Good evening for all. I welcome to you NCERT textbook reading session. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന യൂണിറ്റ് വെച്ചാണ് വായിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടാവും, പേപ്പർ പേന ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. നമുക്ക് വായിച്ചു തുടങ്ങാം അല്ലേ? എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം, വളരെ റിലാക്സ് ചെയ്തിട്ട് കൂളായിട്ട് ഓരോ സെൻറ്റൻസിൻ്റെയും മീനിങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ ആദ്യം ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. കാണാമല്ലോ അല്ലേ? NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ റെലവൻറ്റ് ലൈനുകൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന്. ശരി, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. In previous units, we have learned about the properties related to single particle of matter such as atomic size, ionization enthalpy, electronic charge density, molecular shape, polarity, etc. Most of the observable characteristics of chemical system with which we are familiar represent bulk properties of matter. That is, the properties associated with a collection of large number of atoms, ions or molecules. For example, an individual molecule of a liquid does not boil, but the bulk boils. Collection of water molecules have wetting properties. Individual molecule do not wet. Water can exist as ice, which is a solid. It can exist as a liquid, or it can exist in the gaseous state as water vapor or steam. Physical properties of ice, water and steam are very different. In all the three states of water, chemical composition of water remains the same, that is H2O. Characteristics of three states of water depend on the energies of molecules and on the manner in which water molecules aggregate. Same is true for other substances also. Now let me analyze the statement. ഓരോന്ന് നോക്കൂ. In previous units we have learned ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന? ആറ്റോമിക് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ. ഇതിലെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താണ്? ഒരു ഐസൊലേറ്റഡ് ആറ്റം അല്ലെങ്കിലോ മോളിക്യൂൾ, ഒരു ഐസൊലേറ്റഡ് മോളിക്യൂൾ. ഇപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്ത് എന്നൊക്കെ നമ്മൾ VSEPR തിയറിയുടെ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഒരു സിംഗിൾ മോളിക്യൂളിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഒരു ആറ്റോമിക് സ്ട്രക്ചറിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഐസൊലേറ്റ് ചെയ്ത ആറ്റത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം. ഈ വരുന്ന ചാപ്റ്ററുകളെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിസ്റ്റത്തെ പറ്റിയാണ്. എന്ന് വെച്ചാൽ അതൊരു ബൾക്കാണ്. ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ പറ്റി നമ്മളവിടെ നോക്കുന്നേയില്ല. പിന്നെയോ കളക്ഷൻ ഓഫ് പാർട്ടിക്കിളിനെ പറ്റി മാത്രമേ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുന്നതാണ്. ഒബ്സർവബിളായിട്ട് നാം കാണുന്ന എല്ലാം തന്നെ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനവും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂൾ ആരും കാണുന്നില്ലല്ലോ അല്ലേ? വെള്ളം ആയാൽ നനയുന്നു എന്ന് പറയുന്നത് വെറ്റബിലിറ്റി എന്തിനാണ്? ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം വീണാൽ നനയും. പക്ഷേ നാം വാട്ടർ മോളിക്യൂളിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അറ്റ്മോസ്ഫിയറിൽ എത്രയോ വാട്ടർ മോളിക്യൂളുകളുണ്ട്. ഒരു ഇൻഡിവിജ്വൽ വാട്ടർ മോളിക്യൂൾ അല്ലല്ലോ നാം കൺസിഡർ ചെയ്യുന്നത്. ഒരു ബൾക്കിൻ്റെ പ്രോപ്പർട്ടിയാണ് നാം അവിടെ വെറ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ? പിന്നെ H2O എന്ന് പറയുന്ന അതേ കെമിക്കൽ കോമ്പൗണ്ടിന് തന്നെ പല ഫിസിക്കൽ രൂപത്തിൽ നിൽക്കാം എന്ന് നിങ്ങൾക്കറിയാം. ഐസ്, വാട്ടർ വേപ്പർ. ഇതിലൊക്കെ എന്തിലാണ് വ്യത്യാസം വരുന്നത് എന്നാണ് പറയുന്നത്? അതിലിരിക്കുന്ന എനർജീസ് ഓഫ് മോളിക്യൂൾസ് ആണ്. മാത്രമല്ല ഈ അഗ്രിഗേറ്റിനെ ചേർത്ത് നിർത്തുന്ന ഫോഴ്സും എനർജിയും വെച്ചുകൊണ്ടാണ് വേറെ വേറെയായിട്ടിരിക്കുന്നത്. പിടികിട്ടിയോ എല്ലാവർക്കും? ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. ഈ ചോദ്യം ഈ പാരഗ്രാഫിൻ്റെ ബേസിൽ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? എമംഗ് ദ ഫോളോയിങ് നോട്ട് എ ബൾക്ക് പ്രോപ്പർട്ടി ഈസ്. ഒരു ബൾക്കിന് അല്ലാത്ത പ്രോപ്പർട്ടി ഏത്? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ബൾക്കിനുള്ള പ്രോപ്പർട്ടി? തീർച്ചയായും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ബൾക്കിനുള്ളതാണ്. ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്നു, അത് നമ്മളൊരു ക്വാണ്ടിറ്റി വെള്ളം എടുത്ത് അതിന് പറയുന്നതാണ്. ആരെങ്കിലും വാട്ടർ മോളിക്യൂളിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമോ? ഇല്ല, അത് ഓൾറെഡി ഐസൊലേറ്റഡ് ആണ്. ഒരു ബൾക്കിനുള്ള പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിന്റ്. ഒരു ബൾക്ക് ഗ്യാസസ് നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്താൽ അവിടെ കാണുന്ന പ്രോപ്പർട്ടിയാണ് പ്രഷർ. അതുപോലെ ഡെൻസിറ്റി, മാസ് ബൈ വോളിയം, ഇതെല്ലാം തന്നെ ബൾക്കുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്?
the amount of energy, അല്ലേ, energy enthalpy change accompany when a neutral gaseous atom accept an electron. അവിടെ ഒരു ഐസൊലേറ്റ് ചെയ്ത ഒരു ആറ്റത്തിനെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് തോന്നും, സാർ അത് കിലോ ജൂൾ പെർ മോളിലല്ലേ എക്സ്പ്രസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. പക്ഷെ നാം കൺസിഡർ ചെയ്യുന്നത് ഒരു ആറ്റത്തിന് വരുന്ന കേസാണ്. അതിനെ കിലോ ജൂൾ പെർ മോൾ എന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സോ ഇവിടെ ബൾക്ക് അല്ലാത്ത പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. മറ്റു മൂന്നും എന്താണ്? ബൾക്ക് പ്രോപ്പർട്ടിയാണ് എന്ന് നമുക്കറിയാം. അടുത്തൊരു ചോദ്യം ഇതാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? പ്രോപ്പർട്ടി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് അഗ്രിഗേറ്റഡ് സബ്സ്റ്റൻസ്. ഒരു അഗ്രിഗേഷൻ വന്നാൽ മാത്രം വരുന്നത് പൊളാരിറ്റി. നമുക്ക് തീർച്ചയായും പൊളാരിറ്റി ഒരു ഐസൊലേറ്റഡ് മോളിക്യൂളിന് നാം പറയാറുണ്ട്. നാം തൊട്ട് മുമ്പത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിൽ ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ പൊളാരിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഡൈപോൾ മൊമെൻ്റ് ഒക്കെ വാട്ടർ മോളിക്യൂളിന് എന്താണ് എന്ന് പറയാറുണ്ട്. അത് മൈക്രോസ്കോപ്പിക്കായ മോളിക്യൂളിനെ സംബന്ധിക്കുന്നതാണ്, അല്ലാതെ ഒരു ബൾക്കിന് വേണ്ടിയിട്ടല്ല നാം പറയുന്നത്. സോ പൊളാരിറ്റി എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റ് ചെയ്ത മോളിക്യൂളിനുള്ളതാണ്. അവൻ അഗ്രിഗേറ്റ് ചെയ്ത് എടുക്കണം എന്നല്ല. എന്നാൽ മോളിക്കുലാർ ഷേപ്പ്, ഒരു അത് പേര് തന്നെയുണ്ട്, മോളിക്കുലാർ ഷേപ്പ്. തീർച്ചയായും ഒരു ഐസൊലേറ്റ് ചെയ്ത മോളിക്യൂളിനെയാണ് നാം അവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് അഗ്രിഗേഷനായി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോപ്പർട്ടി അല്ല. അതേസമയം വെറ്റിംഗ് പ്രോപ്പർട്ടി, ഒരു ഡ്രോപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നനയ്ക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് നനവ് അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഒരു കളക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ വരുമ്പോഴാണ്. അഗ്രിഗേറ്റ് ചെയ്ത് ചേർന്ന് നിൽക്കുമ്പോൾ കാണുന്ന പ്രോപ്പർട്ടിയാണ് വെറ്റിംഗ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? അഗ്രിഗേറ്റിനുള്ള പ്രോപ്പർട്ടി ഏത് എന്നാണ്. അഗ്രിഗേറ്റിനുള്ള പ്രോപ്പർട്ടി വെറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അതേസമയം പൊളാരിറ്റി, മോളിക്കുലാർ ഷേപ്പ്, അയോണൈസേഷൻ എൻതാൽപ്പി എല്ലാം തന്നെ ഐസൊലേറ്റ് ചെയ്ത സ്പീഷീസിനുള്ളതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാവുന്ന പ്രോപ്പർട്ടി എന്ത് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് എന്താണ് എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററുകളിലെല്ലാം, അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇതിലെല്ലാം തന്നെ നാം ഒരു ഐസൊലേറ്റ് ചെയ്ത മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യില്ല, ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിളെ ഡിസ്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത പാരഗ്രാഫ് നോക്കൂ. Chemical properties of substance do not change with the change of its physical state, but rate of chemical reaction do depend upon the physical state. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ, ഇപ്പോൾ വെള്ളം H2O, പലപ്പോഴും നമ്മൾ H2O എന്ന് പറയുന്നയാൾ സോഡിയം മെറ്റലുമായി റിയാക്ട് ചെയ്യുന്നത് എഴുതുമ്പോൾ ലിക്വിഡ് ആണെങ്കിലും ഐസ് ആണെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്യും. പക്ഷേ തീർച്ചയായും വേഗത്തിൽ റിയാക്ട് ചെയ്യുന്നത് വേപ്പർ ഫോമിലായിരിക്കും, അല്ലേ? അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് കെമിക്കൽ പ്രോപ്പർട്ടിയുടെ നേച്ചറിലല്ല വ്യത്യാസം, പിന്നെയോ അതിൻ്റെ വേഗതയിൽ വ്യത്യാസമുണ്ടാകും. നിങ്ങൾക്കറിയാം, സോളിഡ് ആണെങ്കിൽ തന്നെ പൗഡേർഡ് സ്റ്റേറ്റിൽ അത് വേഗത്തിൽ റിയാക്ട് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ സോളിഡ് ലിക്വിഡായി മാറുമ്പോൾ വേഗത കൂടും, അത് വീണ്ടും ഗ്യാഷ്യസ് ഫോമിലേക്ക് പൊതുവേ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടും. അപ്പം മാറുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ദ റിയാക്ഷനാണ് മാറ്റം വരുന്നത് എന്നാണ്. നേച്ചർ ഓഫ് ദ റിയാക്ഷൻ, റിയാക്ഷൻ്റെ വിധം, റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കാം, പക്ഷേ വേഗത തീർച്ചയായും നിങ്ങൾ എടുത്തിരിക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മെനി ടൈംസ് ഇൻ കാൽക്കുലേഷൻ വൈൽ ഡീലിംഗ് വിത്ത് ഡാറ്റ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് വി റിക്വയർ നോളജ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് റിയാക്ട് ചെയ്യുന്നത് ലിക്വിഡ് ആണോ സോളിഡ് ആണോ, നിങ്ങൾ തെർമോ കെമിസ്ട്രിയിൽ വളരെ വ്യക്തമായി പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ റിയാക്റ്റൻറ്റുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് തീർച്ചയായും അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. Therefore, it became necessary for a chemist to know the physical laws which govern the behavior of matter in different states. In this unit, we will learn more about these three physical states of matter, particularly liquid and gaseous state. To begin with, it is necessary to understand the nature of intermolecular forces, molecular interactions, and the effect of thermal energy on the motion of particles, because a balance between these determines state of a substance. അപ്പം നമ്മളിവിടെ
സോളിഡ് സ്റ്റേറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം സോളിഡ് സ്റ്റേറ്റ് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ലിക്വിഡ്സും ഗാഷിയസ് സ്റ്റേറ്റിനെ പറ്റിയുമാണ് ഡീൽ ചെയ്യുന്നത്. ഈ സ്റ്റേറ്റുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. എന്താണ് നേച്ചർ ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസും അതുപോലെ തന്നെ മോളിക്യുലാർ ഇൻ്ററാക്ഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് തെർമൽ എനർജി ഓൺ ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾ. ഇതാണ് ഒരു സ്റ്റേറ്റ്. നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോളിഡ്സിലാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ ഉണ്ടാവുന്നത് എന്ന്. നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്, വാക്ക് ശ്രദ്ധിക്കണേ, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. അതായത് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ between interacting particles or atoms or molecules. Interacting particles അതാരാവാം? ആറ്റംസ് ഓർ മോളിക്യൂൾസ്. വാക്കിൻ്റെ തുടക്കം ഇന്റർമോളിക്യുലാർ ഫോഴ്സസ്, മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ്. പിന്നെ പറയുന്നത് അത് എന്താണ്? ഇന്ററാക്റ്റിംഗ് പാർട്ടിക്കിൾ ആരൊക്കെ ആവാം? ആറ്റംസ് ഓർ മോളിക്യൂൾസ്. എവിടെയാണ് ആറ്റം തന്നെ ഒരു മോളിക്യൂൾ ആവുന്നത്? അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം ഇവിടെ ആറ്റം എന്നത് നോബിൾ ഗ്യാസസ് ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ അവരൊക്കെ മോളിക്യൂൾ തന്നെയാണ് ഒരാറ്റം എന്ന് പറയുന്നത്. ദിസ് ടേം ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആൻഡ് ഫോഴ്സസ് ദാറ്റ് ഹോൾഡ് ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ടുഗദർ. അതായത് നമുക്കറിയാം ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടേമിൽ നാം എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സാണ്. അതായത് ഒരു വാട്ടർ മോളിക്യൂൾ മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ഇൻ്ററാക്ട് ചെയ്യുന്നു, അത് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. എന്നാൽ ഒരു വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള കോവാലന്റ് ബോണ്ട് ഈ പറയുന്ന കാറ്റഗറിയിൽ അല്ല ഉള്ളത് എന്ന് നമുക്കറിയാം. മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ് മാത്രമേ നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു മോളിക്യൂളിൽ ആറ്റങ്ങളുടെ ഇടയിലുള്ള ഫോഴ്സ് അത് നാം വിശദമായി കെമിക്കൽ ബോണ്ടിങ് എന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സോഡിയം അയോണും ക്ലോറൈഡ് അയോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ പറയുന്ന കാറ്റഗറിയിൽ വരും എന്ന്. അത് വരില്ല. കാരണം ഓപ്പോസിറ്റ് ചാർജ്ഡ് അയോണുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ ഇലക്ട്രോ വാലന്റ് ബോണ്ട് അഥവാ അയോണിക് ബോണ്ട് ഇന്റർമോളിക്യുലാർ അല്ല, മോളിക്യൂൾ ടു മോളിക്യൂൾ അല്ല എന്നുകൂടി ഓർത്തിരിക്കുക. അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ നോൺ ആസ് വാൻഡർ വാൾസ് ഫോഴ്സസ് ഇൻ ഹോണർ ഓഫ് ഡച്ച് സയന്റിസ്റ്റ് ജോഹന്നസ് വാൻഡർ വാൾസ്, who explained the deviation of real gases from the ideal behavior through these forces. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് വന്നപ്പോൾ നമ്മളൊരു പക്ഷേ +1 സമയത്താണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്താണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ഐഡിയൽ ഗ്യാസ്, എന്താണ് റിയൽ ഗ്യാസ് എന്ന്. റിയൽ ഗ്യാസിൻ്റെ സ്വഭാവത്തെപ്പറ്റി പഠിച്ച വാണ്ടർവാൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ആദരവ് പ്രമാണിച്ചുകൊണ്ട് നാം ആദ്യം തന്നെ എന്താണ് വാണ്ടർവാൾ ഫോഴ്സസ് എന്ന് നാം ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്, പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഇന്റർമോളിക്കുലാർ ഫോഴ്സസും വാണ്ടർവാൾ ഫോഴ്സസ് അല്ല. പിന്നെയോ അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. നമുക്കറിയാം ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഒന്നുകിൽ അട്രാക്ഷൻ ആവാം അല്ലെങ്കിൽ റിപ്പൽഷൻ ആവാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എപ്പോഴും അട്രാക്ഷൻ ആവണമെന്നില്ല. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് അട്രാക്ഷനോ റിപ്പൽഷനോ ആവാം. പക്ഷേ വാണ്ടർവാൾ ഫോഴ്സസ് എന്ന പേര് നാം കൊടുക്കുന്നത് അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസിനാണ് എന്ന് നാം ഓർത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത, ആ പേരിൻ്റെ എങ്ങനെയാണ് ആ പേര് വന്നത് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നാം ഈ ചാപ്റ്ററിൽ വി വിൽ ലേൺ അബൌട്ട് ദിസ് ലേറ്റർ ഇൻ ദിസ് യൂണിറ്റ്. നമുക്ക് എന്താണ് റിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരും. വാണ്ടർവാൾസ് നമ്മൾ ഈ പറയുന്ന വാണ്ടർവാൾ ഫോഴ്സസിൻ്റെ കാര്യം എന്താണ്? വാണ്ടർവാൾസ് ഫോഴ്സസ് വാരി കൺസിഡറബിളി ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻക്ലൂഡ് ഡിസ്പെർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ്, ഡൈപോൾ ഫോഴ്സസ് ആൻഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്.
നാം കൺസിഡർ ചെയ്യാൻ പോകുന്ന വാണ്ടർവാൾ ഫോഴ്സുകൾ 3 തരത്തിലാവാം. ഏതൊക്കെയാണ്? ഒന്ന് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്, രണ്ടും ഒന്ന് തന്നെയാണ്. അതേപോലെ ഡൈപോൾ ഫോഴ്സസ് ആൻഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടോ? സത്യത്തിൽ അത് ഏത് കാറ്റഗറിയിൽ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, എ particularly strong type of dipole-dipole interaction is hydrogen bonding. Only a few elements can participate in bond formation. Therefore, it is treated as a separate category. We have already learnt about this interaction in Unit 4. നാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു. At this point, it is important to note that attractive forces between an ion and a dipole are known as ion-dipole forces, and these are not van der Waals forces. Ion-dipole forces. Ion-dipole എന്ന് പറയുന്നത് ഒരിക്കലും എന്തിൽപ്പെട്ടതല്ല? നാം പറയുന്ന വാൻ ഡെർ വാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷനിൽ പെട്ടതല്ല. ഇപ്പോൾ ഒരു ക്ലോറൈഡ് അയോണിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നുണ്ട് ഇവൻ്റെ ഇടയിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ട് എന്ന്. തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനായി നാം കൺസിഡർ ചെയ്യരുത്. അയോൺ ഡൈപോൾ ഫോഴ്സ് ഈ കാറ്റഗറിയിൽ പെടുന്നതല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കിതിൻ്റെ അടിസ്ഥാനത്തിലെ ചോദ്യങ്ങളൊന്ന് നോക്കാം. Which of the following is not a van der Waals force of attraction? Dipole forces തീർച്ചയായും വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് അതും വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ്. എന്നാൽ അയോൺ ഡൈപോൾ ഫോഴ്സ് ഒരു വാൻ ഡെർ വാൾ ഫോഴ്സ് അല്ല. ലണ്ടൻ ഫോഴ്സ് ഈസ് അനദർ നെയിം ഫോർ ഡിസ്പേർഷൻ ഫോഴ്സ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഇതിനെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. Dispersion forces or London forces. Atoms and non-polar molecules are electrically symmetrical and have no dipole moment because their electronic charge cloud is symmetrically distributed. Atoms ഞാൻ ഓൾറെഡി പറഞ്ഞു, നോബിൾ ഗ്യാസസ്, ഹീലിയം, നിയോൺ, ആർഗൺ തുടങ്ങിയ ആറ്റങ്ങൾ തന്നെ മോളിക്യൂളുകളാണ്. അവരൊക്കെ തന്നെ നോൺ പോളാർ ആണ്. അതേപോലെ തന്നെ നാം O2 മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു, N2 മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു, ഹൈഡ്രജൻ മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെയൊന്നും പൊളാരിറ്റി ഉണ്ടാവില്ല, കാരണം ഐഡൻറ്റിക്കൽ ആറ്റങ്ങളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമില്ല. ഐഡൻറ്റിക്കൽ ആറ്റം അല്ലെങ്കിലും മോളിക്യുലാർ സിമെട്രി ഉണ്ടെങ്കിൽ അതിന് നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവില്ല. അപ്പം മീഥെയിനിലും പോളാർ മോളിക്യൂൾ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡൈപോൾ മൊമെൻറ്റുകളൊന്നും ഇല്ലാത്ത ആറ്റംസും നോൺ പോളാർ മോളിക്യൂൾസ് അവയൊക്കെ എന്താണ്? ഇലക്ട്രിക്കലി സിമെട്രിക്കലാണ്. അങ്ങനെയുള്ളവർ അവർക്കൊന്നും ഡൈപോൾ മൊമെൻ്റ് ഇല്ല. ബിക്കോസ് ദെയർ ഇലക്ട്രോണിക് ചാർജ് ക്ലൗഡ് ഈസ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ബട്ട് എ ഡൈപോൾ മേ ഡെവലപ്പ് മൊമെൻ്ററിലി ഈവൺ ഇൻ സച്ച് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അവയ്ക്ക് വേണമെങ്കിൽ മൊമെൻ്ററിലി എന്തുണ്ടാവാം? ഡൈപോൾ കാണിക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഡൈപോൾ മേ ഡെവലപ്പ് മൊമെൻ്ററിലി ഈവൺ ഇൻ സച്ച് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ഫോളോസ്. സപ്പോസ് വി ഹാവ് 2 atoms A and B in the close vicinity of each other. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ അടുത്ത് നിൽക്കുന്ന 2 മോളിക്യൂളിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. നോൺ പോളാർ ആണ്. അവയുടെ ഇടയിൽ യാതൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിട്ടില്ല. കറക്റ്റ് സിമെട്രിക് ആയിട്ടാണ് ചാർജ് ഇരിക്കുന്നത്. ഇറ്റ് മേ സോ ഹാപ്പൺ ദാറ്റ് മൊമെൻ്ററിലി ഇലക്ട്രോണിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ വൺ ഓഫ് ദ ആറ്റം സേ എ ബിക്കം അൺസിമെട്രിക്കൽ. അങ്ങനെ യാതൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഇല്ലാതിരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഇലക്ട്രോൺ ക്ലൗഡുകളുടെ അൺസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മൊമെൻ്ററി ആയി ഉണ്ടായി എന്നൊന്ന് സങ്കല്പിക്കൂ. അതായത് ഇലക്ട്രോൺ ക്ലൗഡ് പതുക്കെ ഒരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പോയി എന്ന് സങ്കല്പിക്കുക. തീർച്ചയായും അതൊരു മൊമെൻ്ററിയെ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ നാം ക്ലോസ് വിസിനിറ്റിയിൽ മറ്റൊരാളെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബി എന്നയാൾ വളരെ ക്ലോസ് ആയിട്ടാണ് എക്ക് അടുത്തിരിക്കുന്നത്. എയിൽ ഉണ്ടായിരുന്ന മൊമെൻ്ററി ആയ ചാർജ്, ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ
ചെറിയൊരു സിമട്രിയിലുള്ള വേരിയേഷൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബിയിലേക്ക് പോളറൈസ് ചെയ്യപ്പെടും. തൊട്ടടുത്തിരിക്കുന്ന ബി അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ കാണുമ്പോൾ പോസിറ്റീവ് ക്ലൗഡ് ഒരു ഭാഗത്തും ഇലക്ട്രോൺ ക്ലൗഡ് ദൂരേക്ക് റിപ്പൽ ചെയ്ത് പോകും. അതങ്ങനെ നൈബറിംഗ് മോളിക്യൂളിലേക്ക് പതുക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരും. അങ്ങനെ വരുന്ന സമയത്തുണ്ടാവുന്ന ഫോഴ്സാണ് ഡിസ്പേർഷൻ ഫോഴ്സസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ അവർ പറയുന്നത് എന്താണ്? ആദ്യം നാം കൺസിഡർ ചെയ്യുന്നത് നോൺ പോളാർ മോളിക്യൂളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ഫോളോസ്. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്? എ ബി എന്ന് പറയുന്നത് ക്ലോസ് വിസിനിറ്റിയിലായിരുന്നു. ഇറ്റ് മേ സോ ഹാപ്പൺ ദാറ്റ് momentarily electronic charge distribution in one of the atoms, say A, becomes unsymmetrical. That is, the charge cloud is more on one side of the other. അങ്ങനെ വരുന്നതിൽ ഒന്നുകിൽ അത് ബി ടൈപ്പ് പോലെയാവാം, അല്ലെങ്കിൽ അത് സി ടൈപ്പ് പോലെയാവാം. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ക്ലൗഡ് ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് നീങ്ങി നെഗറ്റീവ് ക്ലൗഡ് ഇവിടെ വരാം. അപ്പോൾ ഇവ തമ്മിലുള്ള അട്രാക്ഷൻ ഇങ്ങനെ വരാം. അതല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഈ ഭാഗത്തോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂളിലേക്കും ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? ദിസ് റിസൾട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റൻറ്റാനിയസ് ഡൈപോൾ ഓൺ ദ ആറ്റം എ ഫോർ എ വെരി ഷോർട്ട് ടൈം. ദിസ് ഇൻസ്റ്റൻറ്റാനിയസ് ഓർ ട്രാൻസിയൻറ്റ് ഡൈപോൾ ഡിസ്റ്റോർട്ട് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ദ അതർ ആറ്റം ബി, which is close to it, and as a consequence a dipole is induced in the atom B. അങ്ങനെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ എന്ന് വൺ വേർഡ് ചോദിച്ചാൽ നിങ്ങൾ നീറ്റിന് എന്ത് ചെയ്യും? അതിന് നമുക്കറിയാം, നിങ്ങൾക്ക് പറയേണ്ടത് എന്താണ്? അൺസിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വാണ്ടർവാൾ ഫോഴ്സിൻ്റെ ഒറിജിൻ സത്യത്തിൽ എന്താണ്? അൺസിമെട്രിക് ആയ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. The temporary dipoles of atom A and B attract each other. Similarly, temporary dipoles are induced in molecules also. ഞാൻ എ ബി എന്ന് പറയുന്നത് ആറ്റമായിട്ട് എടുത്തു. അതേപോലെ തന്നെ മോളിക്യൂളുകളിലും നിങ്ങൾക്ക് ടെമ്പററി ഡൈപോൾ അലൈൻ ചെയ്യാം. ഇപ്പോൾ O2 മോളിക്യൂളിൻ്റെ ഇടയിലും ഇതേപോലെ തന്നെ ടെമ്പററി ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവാം. This force of attraction was first proposed by German physicist Fritz London, and for this reason force of attraction between two temporary dipoles is known as London force. Another name for this force is dispersion force. These forces are always attractive, and interaction energy is inversely proportional to sixth power of the distance between two interacting particles. വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സെൻറ്റൻസ് ആണ്. ഇവിടെ പലരും ഈ സെൻറ്റൻസ് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നില്ല. പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടി നോക്കൂ. പലരും വിചാരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന ഇൻ്ററാക്റ്റീവ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ് എന്നാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പലരും തെറ്റിദ്ധരിക്കും. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. ഇൻ്ററാക്ഷൻ എനർജി is inversely proportional to sixth power of distance between two interacting particles. എനർജിയാണ് നമുക്കറിയാം. തീർച്ചയായും ഫോഴ്സിൻ്റെ കൂടെ ഡിസ്റ്റൻസ് കൂടി വരുമ്പോഴേ എനർജിയുടെ ഡയമെൻഷൻ ആവുള്ളൂ എന്ന്. ഇവിടെ നാം എനർജിയാണ് 1/r⁶ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഫോഴ്സ് ആയിരുന്നുവെങ്കിലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഫോഴ്സ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ആർ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമാണ്. ഇവിടെ നാം എടുത്തിരിക്കുന്നത് എന്താണ്? ഇൻ്ററാക്ഷൻ എനർജിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ദീസ് ഫോഴ്സസ് ഡിസ്പേർഷൻ ഫോഴ്സസ് ആണ്. അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. പക്ഷേ ആ സമയത്തുണ്ടാവുന്ന ഇൻ്ററാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സിക്സ്ത് പവർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇൻ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ്. These forces are important only at short distance. ഓർത്തിരിക്കുക, 500 പൈക്കോമീറ്ററിൻ്റെ റേഞ്ച് ആ ഓർഡറിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ലണ്ടൻ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനേക്കാൾ ദൂരെ ഇരിക്കുന്ന സ്പീഷീസിൻ്റെ ഇടയിലൊന്നും വാണ്ടർവാൾ ഫോഴ്സസ് നാം പറയാറില്ല. ആൻഡ് ദർ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോളറൈസബിലിറ്റി ഓഫ് പാർട്ടിക്കിൾ. മാത്രമല്ല
ഫോഴ്സ് റാപ്പിഡ്ലി ഡിമിനിഷ് ചെയ്യുന്നതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇൻറ്ററാക്റ്റിംഗ് എനർജി പോലും 1/r⁶ പ്രൊപ്പോർഷനിലാണ്. ഒരല്പം, അതായത് ഡിസ്റ്റൻസ് ഒന്ന് ഇരട്ടിയായാൽ തന്നെ എനർജി ഭയങ്കരമായി കുറയുമെന്നർത്ഥം. നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇൻറ്ററാക്ഷൻ എനർജി ബിറ്റ്വീൻ ടു അയോഡിൻ മോളിക്യൂൾ ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് എക്സ്. ഇത് ഏതായിരിക്കും അട്രാക്ഷൻ? അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. I2 എന്ന് പറയുന്ന മോളിക്യൂൾ എന്താണ്? നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പോൾ അവർ പറയുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരുന്നിരിക്കണം? തീർച്ചയായും ലണ്ടൻ ഫോഴ്സ് ആണ്. അവൻ്റെ പ്രത്യേകത എന്താണ്? ഇൻറ്ററാക്റ്റിംഗ് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r⁶ ആണ്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്തത്? ആദ്യം r എന്ന ദൂരം ഇരിക്കുമ്പോൾ ഇൻറ്ററാക്റ്റിംഗ് എനർജി x ആയിരുന്നു. ഡിസ്റ്റൻസ് നാം ഡബിൾ ചെയ്തു. അപ്പോൾ എന്തായി കാണും? 2⁶ ടൈംസ് കുറഞ്ഞു കാണും അല്ലെ? 2⁶ എന്ന് പറയുമ്പോൾ 64. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇൻറ്ററാക്റ്റിംഗ് എനർജി x ആണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണേ, ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് അല്ല, ആദ്യം ഉണ്ടായിരുന്ന ഇൻറ്ററാക്റ്റിംഗ് എനർജി x ആണെങ്കിൽ ഇപ്പോഴുള്ളത് എന്താണ്? x/64 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതിലേക്ക് പോകാം. ഡൈപോൾ ഫോഴ്സസ്. ഡൈപോൾ ഫോഴ്സസ് ആക്ട് ബിറ്റ്വീൻ മോളിക്യൂൾസ് പൊസസിങ് പെർമനന്റ് ഡൈപോൾ. Ends of these dipoles possess partial charges and these charges are shown by Greek letter delta. നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി തന്നെ പോളാർ മോളിക്യൂളിൻ്റെ കാര്യം പഠിച്ചതാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന ടിപ്പിക്കൽ എക്സാമ്പിൾ തന്നെയാണ് അവർ കൊടുത്തത്. നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ക്ലോറിൻ 3rd റാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ പെയർഡ് ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നത് കാരണം HCl എന്ന മോളിക്യൂൾ പോളാർ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പോളാർ മോളിക്യൂളാണ് ഇവിടെ ഇരിക്കുന്ന HCl. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ കയ്യിലിരിക്കുന്ന ഡെൽറ്റ നെഗറ്റീവ്, ഹൈഡ്രജൻ്റെ കയ്യിൽ ഡെൽറ്റ പോസിറ്റീവ് സെൻറ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പാർഷ്യൽ ചാർജസ് ആർ ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റ് ഓഫ് ഇലക്ട്രോണിക് ചാർജ്. യൂണിറ്റ് ഇലക്ട്രോണിക് ചാർജ്, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁹ കൊളൂമ്പാണ്. അത്രയൊന്നും ഒരിക്കലും പോളറൈസ് ചെയ്ത് ചാർജ് ഉണ്ടാവില്ല. അങ്ങനെ വരുന്നത് പലപ്പോഴും ഇലക്ട്രോൺ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴാണ്. ഇലക്ട്രോൺ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതില്ല ഇവിടെ. പിന്നെയോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനനുസരിച്ച് ക്ലോറിൻ തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ ക്ലൗഡിനെ വലിക്കുന്നു എന്ന് മാത്രം. ദ പോളാർ മോളിക്യൂൾ ഇൻറ്ററാക്ട് വിത്ത് നൈബറിംഗ് മോളിക്യൂൾസ്. അതേപോലെ തന്നെ മറ്റൊരു HCl മോളിക്യൂൾ സമീപത്തെത്തി വിചാരിക്കൂ. തീർച്ചയായും ഡെൽറ്റ നെഗറ്റീവ് സെൻറ്ററായ ക്ലോറിൻ്റെത് ഡെൽറ്റ പോസിറ്റീവ് ഹൈഡ്രജൻ സെൻറ്ററുമായി ആകർഷണമുണ്ടാകും. ഇവിടെ ഒരു ഡൈപോൾ മറ്റൊരു ഡൈപോളുമായി ഇൻറ്ററാക്ട് ചെയ്യുകയാണ്. എന്താണ് ഡൈപോൾ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, 2 equal and opposite charges separated by a small distance. പലപ്പോഴും നിങ്ങൾക്കറിയാം ഐഡിയൽ ഡൈപോൾ പലയിടത്തും കേട്ടിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് മോളിക്യൂളുകളിൽ മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റായ ചാർജുകൾ വളരെ അടുത്തൊന്നും നമുക്ക് വെക്കാനാവില്ലല്ലോ. എന്നാൽ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന വ്യത്യാസമുള്ളത് കാരണം, ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് വരുന്നത് കാരണം തീർച്ചയായും വളരെ അടുത്ത് ഓപ്പോസിറ്റായ ചാർജുകൾ നിൽക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. അത് മോളിക്യൂളിന് മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയാൾ ഇലക്ട്രോൺ ക്ലൗഡിനെ തന്നോട് ചേർത്ത് വെക്കുന്നത് കാരണം മോളിക്യൂളിനുള്ളിൽ പൊളാരിറ്റി വരും എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഉണ്ടാവുന്ന പോളാർ ചാർജ് ഒരു യൂണിറ്റ് ഇലക്ട്രോണിക് ചാർജിനേക്കാൾ കുറവായിരിക്കും എന്നറിയാം. അങ്ങനെ ഇരിക്കുന്ന മോളിക്യൂൾ തൊട്ടടുത്തിരിക്കുന്ന പോളാർ മോളിക്യൂളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഫിഗർ 5.2a shows electron cloud distribution in dipole of hydrogen chloride. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന ഐസൊലേറ്റഡ് ഡൈപോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണത്. ഫിഗർ 5.2b ഷോസ് ഡൈപോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 HCl മോളിക്യൂൾസ്. കുട്ടികൾക്ക് കാണുന്നുണ്ടല്ലോ. ദിസ് ഇൻറ്ററാക്ഷൻ എന്താണ്? ഹൈലൈറ്റ് ചെയ്താൽ സ്ലൈഡ് റീഡ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരുമോ എന്ന്. ഒരു വരിയെങ്കിലും ഒഴിവാക്കാൻ പറ്റിയാലല്ലേ മറ്റു വരികളെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിസാനെ,
എല്ലാ വരിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയിൽ ഒരു വഴിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അത് മുഴുവനായിട്ടും ഒന്ന് ശരിക്ക് പഠിക്കുക കേട്ടോ. വേണമെങ്കിൽ ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് തരാം. NCERTയിലെ ഒരു വരി പോലും നമുക്ക് വെറുതെ എഴുതിയിട്ടില്ല, അത് ഓർത്തിരിക്കണം. നോക്കണേ, ഡൈപോൾ ഫോഴ്സസ് ആക്ട് ബിറ്റ്വീൻ ദ മോളിക്യൂൾ പൊസസിങ് പെർമനന്റ് ഡൈപോൾ. Ends of these dipoles possess partial charges and these charges are shown by Greek letter delta. Partial charges are always less than unit electronic charge. അതായത് 1.6 into 10 raised to minus 19 coulomb എന്നാണ് വേണ്ടത്. The polar molecules interact with the neighboring molecule. That is, നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇത് പോളാർ മോളിക്യൂൾ ആണ്. അത് തൊട്ടടുത്തിരിക്കുന്ന പോളാർ മോളിക്യൂളുമായി ഇൻ്ററാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പിന്നെയോ, ദിസ് ഇൻ്ററാക്ഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ ലണ്ടൻ ഫോഴ്സസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലണ്ടൻ ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ആണ് ഡൈപോൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്നോർത്തിരിക്കുക. അതേപോലെ തന്നെ ബട്ട് ഈസ് വീക്കർ ദാൻ അയോൺ ഇൻ്ററാക്ഷൻ. നിങ്ങൾക്കറിയാം അയോൺ ഇൻ്ററാക്ഷൻ എന്തല്ല? തീർച്ചയായും വാണ്ടർവാൾ ഫോഴ്സ് അല്ല. സോഡിയം ക്ലോറൈഡിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അയോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്താ കാരണം? അവിടെ നമുക്ക് കംപ്ലീറ്റ് ഇലക്ട്രോണിക് ചാർജാണ് കാണുന്നത് അല്ലേ? അയോൺ ഇൻട്രാക്ഷനേക്കാൾ വീക്കറാണ്. ഓൺലി കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു പോയത്? പാർഷ്യൽ ചാർജസ് മാത്രമേ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ഫ്രാക്ഷണൽ ഇലക്ട്രോണിക് ചാർജ് മാത്രമേ ആറ്റങ്ങളിൽ, കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റങ്ങളിൽ ഉള്ളൂ. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾസ്. ആസ് ഇൻ ദ എബോവ് കേസ്, ഹിയർ ഓൾസോ ദ ഇൻ്ററാക്ഷൻ എനർജി, വാക്ക് ശ്രദ്ധിച്ചല്ലോ, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ്. ഇൻ്ററാക്ഷൻ എനർജി ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയത് എങ്ങനെയാണെന്ന് നോക്കൂ. ഡൈപോൾ ഇൻട്രാക്ഷൻ എനർജി ബിറ്റ്വീൻ സ്റ്റേഷനറി പോളാർ മോളിക്യൂൾ. എവിടെയാണ് സ്റ്റേഷനറി പോളാർ മോളിക്യൂൾ ഉണ്ടാകുന്നത്? സോളിഡ് ഫോമിലാണ്. അവിടെ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു 1/r³. മറക്കരുതേ, ഇൻ്ററാക്ഷൻ എനർജി 1/r³ പ്രൊപ്പോർഷണലായി കാണുന്നത് എവിടെയാണ്? സ്റ്റേഷനറി ഡൈപോളിലാണ്. And that between rotating polar molecule is proportional to 1/r⁶. റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാഷിയസ് സ്റ്റേറ്റിൽ ഡൈപോളുകൾ തമ്മിലുള്ള ഇൻ്ററാക്റ്റിംഗ് എനർജി 1/r⁶ ആണ്. ഇത് നിങ്ങൾ ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഡൈപോൾ തമ്മിലുള്ള ഫോഴ്സ് അപ്പോൾ എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഡൈപോൾ 1/r⁴ എന്നും, അതുപോലെ തന്നെ എനർജി, ഇവിടെ ഇൻട്രാക്ഷൻ എനർജിയാണ്, എനർജിയുടെ ഡയമെൻഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തീർച്ചയായും എനർജി പ്രൊപ്പോർഷണൽ ടു 1/r³ എന്നതാണ് നമുക്ക് NCERTയിൽ പഠിക്കാനുള്ളത് എന്നോർത്തിരിക്കുക. അതേസമയം റൊട്ടേറ്റ് ചെയ്യുന്ന കേസസിൽ സ്റ്റേഷനറി അല്ല ഡൈപോൾ എങ്കിൽ എന്തുവരും? 1/r⁶ ആണ്. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. വേർ r ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ്. ബിസൈഡ്സ് ഡൈപോൾ ഇൻറ്ററാക്ഷൻ, പോളാർ മോളിക്യൂൾസ് ക്യാൻ ഇൻറ്ററാക്ട് ബൈ ലണ്ടൻ ഫോഴ്സസ് ഓൾസോ. വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പലരും ചോദിക്കാറുണ്ട് HClൻ്റെ ഇടയിലുള്ള ഇൻറ്ററാക്ഷൻ ഏത്? പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഓ ഡൈപോൾ ആണ് എന്ന്. ഡൈപോൾ ഇൻട്രാക്ഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ലണ്ടൻ ഫോഴ്സ് കൂടിയുണ്ട്. അപ്പോൾ നാം പറയേണ്ടത് ലണ്ടൻ ഫോഴ്സസ് ആൻഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഏതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്? തീർച്ചയായും ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് എന്നർത്ഥം. എല്ലായ്പ്പോഴും അവിടെ വാണ്ടർവാൾ ഫോഴ്സസ് ഉണ്ട് എന്നോർത്തിരിക്കുക. ദസ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഈസ് ദാറ്റ് ടോട്ടൽ ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇൻ പോളാർ മോളിക്യൂൾ ഇൻക്രീസസ്. അപ്പോൾ പോളാർ മോളിക്യൂളിൽ നോൺ പോളാർ മോളിക്യൂളിൻ്റെ ഇടയിനേക്കാൾ ഇൻട്രാക്ഷൻ കൂടും. കാരണം അവിടെ രണ്ടെണ്ണത്തിൻ്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ്. ഒന്ന് ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സും മറ്റൊന്ന് ഡൈപോൾ ഇൻറ്ററാക്ഷനും. നമുക്ക് അടുത്തതിലേക്ക് ഒരു ചോദ്യത്തിലേക്ക് പോകാം. ദ ഇൻറ്ററാക്ഷൻ എനർജി ഓഫ് ലണ്ടൻ ഫോഴ്സസ്
ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾ വാരീസ് ആർ റേസ് ടു എക്സ്. ലണ്ടൻ ഫോഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലണ്ടൻ ഫോഴ്സിൻ്റെ ഇൻ്ററാക്ഷൻ എനർജി. ലണ്ടൻ ഫോഴ്സ് അല്ല, ലണ്ടൻ ഫോഴ്സിൻ്റെ ഇൻ്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? എനർജി 1/r⁻6 ആണ്. അപ്പോൾ r⁻6 എന്ന് പറയുമ്പോൾ ഇവിടെ ആരായിരിക്കും? -6 ആണ് കാണാൻ പറ്റുന്നത്. ക്ലിയർ നൗ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോയാലോ? നമുക്ക് ഈ സ്ലൈഡിൻ്റെ ഇടയിൽ ഒരു ഡാർക്ക് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ സാധിക്കാൻ. ആദ്യത്തെ സ്ലൈഡ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കാം. അടുത്ത് നോക്കൂ, ഇവിടെ എന്താ കിട്ടുന്നത്? ലണ്ടൻ ഫോഴ്സസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു r⁻x എന്നാണ്. ദാറ്റ് ഈസ് എനർജി പ്രൊപ്പോർഷണൽ ടു 1/r⁻x എന്ന് കിട്ടും. അപ്പോൾ അടുത്തതിലേക്കൊന്ന് പോകാം. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്കിലെ വരികളിലൂടെ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. This type of attractive forces operate between the polar molecules having permanent dipole and molecules lacking permanent dipole. ഒന്ന് പെർമനന്റ് ഡൈപോൾ ആണ്, മറ്റതിലോ ഒരു നോൺ പോളാർ സ്പീഷീസ് ആണ്. ഏതുപോലെ? HCl മോളിക്യൂളിൻ്റെ അടുത്തേക്ക് O2 മോളിക്യൂൾ വന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഒരു മോളിക്യൂൾ പോളാറാണ്, മറ്റൊരു മോളിക്യൂൾ നോൺ പോളാർ സ്പീഷീസ് ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെർമനന്റ് ഡൈപോൾ ഓഫ് ദ മോളിക്യൂൾ ഇൻഡ്യൂസസ് ഡൈപോൾ ഓൺ ദ ഇലക്ട്രിക്കലി ന്യൂട്രൽ മോളിക്യൂൾ ബൈ ഡീഫോമിങ് ഇറ്റ്സ് ഇലക്ട്രോണിക് ക്ലൗഡ്. ഇവിടെ ഇരിക്കുന്ന മോളിക്യൂളിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് ഒന്ന് ഡീഫോം ചെയ്യുന്നു. Thus, an induced dipole is developed in other molecules. In this case, also interaction energy is proportional to 1/r⁻6. ശ്രദ്ധിക്കണം, interaction energy ഇവിടെ 1/r⁻6 ആണ്. Where r is the distance between two molecules. Induced dipole moment depends upon the dipole moment present in the permanent dipole and polarizability of the electrically neutral molecule. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് സത്യത്തിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത്? ഒന്ന്, നിങ്ങളുടെ ഒറിജിനൽ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻ്റ്. മറ്റൊന്നോ പോളറൈസബിലിറ്റി, മറ്റേ ആളുടെ പോളറൈസബിലിറ്റി. എപ്പോഴാണ് പോളറൈസബിലിറ്റി കൂടുന്നത്? നോക്കൂ, ലാർജർ സൈസ് ഉള്ളത് വളരെ വേഗത്തിൽ പോളറൈസ് ചെയ്യാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോളറൈസബിലിറ്റി കൂടുന്ന സമയത്ത് അത് ഈവൺ ലണ്ടൻ ഫോഴ്സ് കൂടും, അതുപോലെ തന്നെ ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എല്ലാം കൂടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുന്നത് മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ തുടങ്ങിയ സ്പീഷീസിലെ ലണ്ടൻ ഫോഴ്സ് ആണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം മീതെയിനേക്കാൾ ഈതെയിന് കൂടും, അതിനേക്കാൾ പ്രൊപ്പെയിന് കൂടും. എന്തുകൊണ്ട്? സൈസ് ഓഫ് ദ മോളിക്യൂൾ ലാർജർ സൈസ് വരുന്ന സമയത്ത് പോളറൈസബിലിറ്റി കൂടും, അതുകൊണ്ട് ലണ്ടൻ ഫോഴ്സസ് കൂടും. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നേരെ പോകുന്ന ആ 5 കാർബണാറ്റുള്ള ഒരു ആൽക്കെയിൻ, അതായത് പെൻറ്റെയിൻ എടുത്തു, അതേപോലെ ഐസോ പെൻറ്റെയിൻ എടുത്തു, നിയോ പെൻറ്റെയിൻ എടുത്തു. തീർച്ചയായും ഇതിലെല്ലാവർക്കും മോളാർ മാസ് സെയിം ആണെങ്കിലും കൂടുതൽ സർഫസ് ഏരിയ, മാക്സിമം ഇൻറ്ററാക്ഷൻ നടത്താൻ പറ്റുന്ന ഏരിയ നോർമൽ പെൻറ്റെയിനിലാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായും ബ്രാഞ്ചിങ് വരുന്ന സമയത്ത്, മോളിക്യൂൾ ക്ലോസർ ആവുന്ന സമയത്ത് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു വരും എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹൈ പോളറൈസബിലിറ്റി ഇൻക്രീസസ് സ്ട്രെങ്ത് ഓഫ് അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻ. സോ എന്തൊക്കെയാണ്? സൈസ് കൂടുന്ന സമയത്ത് വേഗം പോളറൈസ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് കേസ് ഓൾസോ ക്യുമുലേറ്റീവ് എഫക്റ്റ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സെൻറ്റൻസ് ആണ്. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡിസ്പേർഷൻ ഫോഴ്സസിൻ്റെയും ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനും രണ്ടും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇരിക്കുന്ന സമയത്തും എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പ്രയർ ടൈം ആയി തോന്നുന്നു, നമ്മൾ കൂടുതൽ എലോങ്ങേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വളരെ കുറച്ച് സമയം കൂടി എടുത്ത് നമുക്കിന്ന് കൺക്ലൂഡ് ചെയ്യാം. അടുത്തത് നാളെ നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി ഞാനൊന്ന് സൂചിപ്പിച്ചേക്കാം. ആസ് ഓൾറെഡി മെൻഷൻഡ് ഇൻ സെക്ഷൻ 5.1, ദിസ് ഈസ് സ്പെഷ്യൽ കേസ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ. സത്യത്തിൽ ഹൈഡ്രജൻ ബോണ്ട് ഈസ് നത്തിങ് ബട്ട് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്.
We have already learnt about this in Unit 4. Chemical bonding hydrogen bonding നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. This is found in the molecules in which highly polar എപ്പോഴൊക്കെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ തേർഡ് റാങ്കിൽ ഇരിക്കുന്ന നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ ഇരിക്കുമ്പോഴോ അതേപോലെ തന്നെ ഓക്സിജൻ സെക്കൻഡ് റാങ്ക് ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഇരിക്കുന്ന ഓക്സിജൻ്റെ കൂടെയോ അതും അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഇരിക്കുന്ന ഫ്ലൂറിൻ്റെ കൂടെയാണ് ഹൈഡ്രജൻ പിടിക്കുന്നതോ എങ്കിൽ എന്ത് കാണാൻ പറ്റും? അടുത്തിരിക്കുന്ന പോളാർ സ്പീഷീസിൻ്റെ കൂടെ ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ നെഗറ്റീവ് സെൻറ്ററിൻ്റെ കൂടെ ഹൈഡ്രജന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഓൾദോ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് റിഗാർഡഡ് ആസ് ബീയിങ് ലിമിറ്റഡ് ടു നൈട്രജൻ ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ബട്ട് സ്പീഷീസ് സച്ച് ആസ് ക്ലോറിൻ മേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈഡ്രജൻ ബോണ്ടിങ്. Energy of hydrogen bond varies between 10 to 100 kilojoule per mole. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സിഗ്നിഫിക്കൻ്റ് ആയ സെൻറ്റൻസ് ആണ്. എനർജി ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് വാരീസ് ബിറ്റ്വീൻ 10 to 100 kilojoule per mole. This is quite significant amount of energy. Therefore, hydrogen bonds are powerful force in determining the structure and properties of many compounds. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. നിങ്ങളെല്ലാവർക്കും അറിയാം DNA അതിൻ്റെ സ്ട്രക്ചർ അല്ലേ, അതുപോലെ ഹൈഡ്രജൻ ന്യൂക്ലിക് ആസിഡിൻ്റെ ഇടയിലുണ്ടാവുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അതിൻ്റെ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പല ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെയും പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നതും ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് എന്നറിയാം. സ്ട്രെങ്ത് ഓഫ് ദ ഹൈഡ്രജൻ ബോണ്ട് ഡിറ്റർമിൻഡ് ബൈ Coulombic attraction between lone pair electrons of electronegative atom of one molecule and hydrogen atom of other molecule. Please make a note of it. അതായത് ഇവിടെ ഇൻട്രാക്ഷൻ നടക്കുന്നത് ലോൺ പെയർ ഇലക്ട്രോൺസ് ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഓഫ് ദ അതർ മോളിക്യൂൾ. ഇതേ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് തന്നെ അവർ NCERT ഒരു സ്പേസ് സേവിംഗ് ആയ ഒരു ഡയഗ്രമാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് കൊടുത്തത്. പക്ഷേ ഇവർ കൊടുത്തതിൽ നിന്ന് വ്യക്തമാണ് ഇൻ്ററാക്ഷൻ ലോൺ പെയറിലൂടെയാണ് എന്ന് വെച്ചാൽ സത്യത്തിൽ ഇങ്ങനെ സ്പേസ് സേവിങ് രീതിയിലല്ല ഇരിക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിൽ ഫ്ലൂറിൻ ഗ്രൂപ്പ് 17 തന്നെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു ഇലക്ട്രോണിൻ്റെ കൂടെയാണ് അവൻ ഷെയർ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ കൂടെയാണ് അവൻ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഫ്ലൂറിന് ചുറ്റും 4 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടായിരുന്നു. ഹൈഡ്രജൻ ബോണ്ട് നാം സത്യത്തിൽ ലോൺ പെയർ സെൻറ്ററിലൂടെയാണ് വരയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ മറ്റൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളിനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന ലോൺ പെയർ സെൻറ്ററിലൂടെ 4 ലോൺ പെയറുകൾ ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഓഫ് 109 ഡിഗ്രി 28 മിനിറ്റിൽ ഇലക്ട്രോൺ ക്ലൗഡുകൾ നിൽക്കും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലിനിയർ ഫാഷനിൽ ഹൈഡ്രജൻ ബോണ്ട് HF കാണാൻ സാധ്യമല്ല. ലോൺ പെയർ സെൻറ്ററിലൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഫ്ലൂറിൻ വെർട്ടക്സിൽ വരുന്ന വിധത്തിലേ വരയ്ക്കാവൂ. ഹൈഡ്രജൻ ഒരിക്കലും വെർട്ടക്സിൽ ഇടരുത്. ഹൈഡ്രജൻ ലിനിയർ ഫാഷനിലുള്ള ഭാഗത്തെ നിൽക്കാവൂ എന്നുകൂടി നാം ഓർത്തിരിക്കണം. നമുക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസിനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നമുക്കിന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഡിസ്കസ്ഡ് സോ ഫാർ ആർ ഓൾ അട്രാക്റ്റീവ്. Molecules also exert repulsive forces on one another. When two molecules are brought into close contact with each other, the repulsion between the electron clouds and that between the nuclei of two molecules comes into play. Magnitude of repulsion rises very rapidly as the distance separating the molecules decreases. This is the reason that liquids and solids are hard to compress. In these states, molecules are already in close contact, therefore they resist further compression, as that would result in the increase in repulsive interaction. വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു പാരഗ്രാഫ് തന്നെ. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി അട്രാക്ഷൻ, ദർ ക്യാൻ ബി റിപ്പൾഷൻ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ.
റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വരുന്നത് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ്. മാത്രമല്ല റാപ്പിഡ് ആണ്, എന്ന് വെച്ചാൽ വളരെ വേഗത്തിലാണ് റിപ്പൾഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. റിപ്പൾസീവ് ഇൻട്രാക്ഷൻ സോ ഫാസ്റ്റായിട്ടാണ് കൂടുന്നത്. സ്പീഷീസ് വളരെ അടുക്കുന്ന സമയത്ത് അത് റിപ്പൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇൻട്രാക്റ്റീവ് ഫോഴ്സസ് അങ്ങനെയാണ്. നാം ഇനി ഹയർ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുട്ബോളൊക്കെ കാണാനായിരിക്കും പലരും നോക്കുന്നുണ്ട്. സത്യത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട് തൊടുകയാണോ അല്ല റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കൊണ്ട് തന്നെ റീബൗണ്ട് ചെയ്യുകയാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമുക്കതിൻ്റെ ആൻസർ പിന്നെ പറയാം. ഇപ്പോൾ ഇവിടത്തേക്ക് നോക്കാം. മാച്ച് ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ കോളം എ വിത്ത് ദ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഓഫ് ദർ ഇൻറ്ററാക്ഷൻ എനർജി ഇൻ കോളം ബി. അയോൺ അയോൺ നിങ്ങൾക്കറിയാം, ഓപ്പോസിറ്റ് ചാർജ്ഡ് അയോണുകൾ തമ്മിൽ കുളൂംസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. അട്രാക്ഷൻ എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? 1/4πε0 Q1 Q2/r² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ്ററാക്ഷൻ എനർജിയാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും r² എന്ന് പറയരുത്. കാരണം എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോഴേ എനർജിയുടെ ഡയമെൻഷൻ ആവുള്ളൂ. സോ അവിടെ നമുക്ക് എന്തായിരിക്കും വരിക? 1/r എന്നാണ് വേണ്ടത്. അപ്പോൾ ഒന്നിന് എ എടുക്കാവൂ എന്നോർത്തിരിക്കണം, ഒന്നിന് ബി കൊടുത്തേക്കരുത് എന്നോർത്തിരിക്കുക. ഡൈപോൾ ഡൈപോൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായും നാം കൺസിഡർ ചെയ്യുന്നത് സോളിഡ് ഡൈപോൾ ആയിരിക്കണം. സോളിഡ് ഡൈപോളിൻ്റെ കേസിൽ സ്റ്റേഷനറി ഡൈപോളുകൾക്കിടയിൽ ഇൻ്ററാക്റ്റിംഗ് എനർജി 1/r³ ആണ്. ലണ്ടൻ ഫോഴ്സ് തീർച്ചയായും 1/r⁶ ആണ്. ഒന്നിനെയും രണ്ടിന് സിയും അല്ലേ, ഒന്നിനെ രണ്ടിന് സി, മൂന്നിന് ഡി ഉള്ള കോമ്പിനേഷനാണ് നിങ്ങൾ എടുത്തത്. അടുത്തത് നോക്കാം. ദ പ്രീഡോമിനൻറ്റ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് പ്രസൻറ്റ് ഇൻ ഈഥൈൽ അസിറ്റേറ്റ് ലിക്വിഡ്. ഈഥൈൽ അസിറ്റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈഥൈൽ അസിറ്റേറ്റ് തീർച്ചയായും നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പോളാർ സ്പീഷീസ് ആണ്. ഹൈലി ഇലക്ട്രോനെഗറ്റീവായ ഓക്സിജൻ ഇരിപ്പുണ്ട്. സോ തീർച്ചയായും സ്പീഷീസ് പോളാറാണ്. പക്ഷേ പോളാറായ അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഓക്സിജനിൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പോളാർ ഓക്സിജനിൽ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോളാർ ഹൈഡ്രജൻ ഇല്ല, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ ശക്തമായത് തീർച്ചയായിട്ടും ആരാണ്? ശക്തമായത് തീർച്ചയായും ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. പക്ഷേ എന്തുണ്ടാവില്ല? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവില്ല. ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ലണ്ടൻ ഫോഴ്സ് കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഇന്റർ അയോണിക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഡിക്രീസിങ് ഓർഡർ. ഏറ്റവും ശക്തം ഇതിൽ ഏതു തന്നെയാണ്? അയോൺ അയോൺ തമ്മിലുള്ള ആകർഷണമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അയോൺ ഡൈപോൾ വരുള്ളൂ. ഡൈപോൾ ഡൈപോൾ ഇതിൽ വാണ്ടർവാൾ ഫോഴ്സ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. ഡൈപോൾ ഡൈപോൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ എത്രയോ ശക്തമാണ് അയോൺ അയോൺ ബോണ്ട് എന്ന് ഓർക്കുക. സ്റ്റഡി ദ ഫിഗേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന XY എന്ന് പറയുന്നത് ആരാണ്? പോളാർ മോളിക്യൂളാണ്. തൊട്ടടുത്തിരിക്കുന്നതും പോളാർ മോളിക്യൂളാണ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് എന്താണ്? പോളാർ മോളിക്യൂളാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ അത് ഡൈപോളാണ്. ഇതൊരു ഡൈപോളാണ്, ഇത് ഓൾറെഡി ഒരു ഡൈപോളാണ്. അല്ലാതെ ഒരു ഡൈപോൾ മറ്റേ മോളിക്യൂളിൽ ഇൻഡ്യൂസ് ചെയ്തതല്ല. സോ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് നാം കാണുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നതോ ഒന്ന് പോളാർ മോളിക്യൂളാണ്, മറ്റതോ നോൺ പോളാർ മോളിക്യൂളാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ്? ഓൾറെഡി ഒന്ന് പോളാറാണ്, ഡൈപോളാണ്. മറ്റേടത്തോ ഒരു ഡൈപോൾ കാരണം മറ്റേടത്ത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അട്രാക്ഷൻ ആണ് കാണുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. നിങ്ങൾക്കറിയാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്ന ഹാലജൻ്റെ കൂടെ അവയുടെ ഹൈഡ്രൈഡുകൾ നാം എടുത്താൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, കൂട്ടത്തിൽ ഏറ്റവും മോളാർ മാസ് കുറവുള്ള HFനാണ്. HFനാണ് ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ്. HClന് ഏറ്റവും കുറവും. HBrന് മോളാർ മാസ് കൂടുമ്പോൾ അല്പം കൂടും. HIക്ക് മോളാർ മാസ് കൂടിയത് കാരണം വീണ്ടും കൂടും. കൂട്ടത്തിൽ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ളത് HI ആണ്. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നത് HFൽ മാത്രമാണ്. ലണ്ടൻ ഫോഴ്സ് മാത്രമേ നിങ്ങൾ നോക്കിയുള്ളൂ എങ്കിൽ സ്വാഭാവികമായും HIക്ക് അട്രാക്ഷൻ കൂടേണ്ടതായിരുന്നു. കാരണം മോളാർ മാസ് കൂടുമ്പോൾ
പോളറൈസബിലിറ്റി കൂടുമെന്നും വാണ്ടർവാൾ ഫോഴ്സിൽ ലണ്ടൻ ഫോഴ്സ് കൂടുമെന്നും അറിയാം. എന്നാൽ ഇവിടെ HFൻ്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം തീർച്ചയായും HFന് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? തീർച്ചയായും നിങ്ങൾ ഓപ്ഷൻ സി ആയിരിക്കും എടുത്തത്. ഇതേപോലെ തന്നെയാണ് ഗ്രൂപ്പ് 16ൻ്റെ ഹൈഡ്രൈഡിലും നാം കാണുന്നത്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എടുത്താൽ ഈ കൂട്ടത്തിൽ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് തീർച്ചയായും വാട്ടറിനാണ്. സെക്കൻഡ് റാങ്ക് മാത്രമേ H2POനുള്ളൂ. അപ്പോൾ വെള്ളത്തിന് ഹയസ്റ്റും ഏറ്റവും കുറവ് H2Sനാണ്. H2SEക്ക് കൂടും, H2TEക്ക് അല്പം കൂടി കൂടും, H2POന് വീണ്ടും കൂടുമെങ്കിലും വെള്ളത്തിനോളമൊന്നും എത്താനാവില്ല. വെള്ളത്തിന് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. എന്നാൽ ഗ്രൂപ്പ് 15ൻ്റെ കേസ് റിമാർക്കബിൾ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്തിൽ നാം അവയുടെ ഹൈഡ്രൈഡുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഏറ്റവും കൂടുതൽ അമോണിയയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിലും ബിസ്മത്തൈൻ്റെ മോളാർ മാസിൻ്റെ കൂടുതലായതുകൊണ്ട് ബിസ്മത്തൈനാണ് ടോപ്പ്. അതായത് അമോണിയയ്ക്ക് ഏറ്റവും കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, ഫോസീന് ഏറ്റവും കുറവാണെന്ന് പറയാം. ആഴ്സൈനേക്കാൾ കൂടുതൽ അമോണിയയ്ക്കുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതലാണ് സ്റ്റിബൈന്. ആരേക്കാൾ? അമോണിയേനേക്കാൾ. എന്നാൽ വളരെ കൂടുതലുള്ളത് ബിസ്മത്തൈനാണ് എന്ന് ഓർത്തിരിക്കുക. നമുക്ക് തെർമൽ എനർജിയും തുടർന്നുള്ള ഡിസ്കഷനും അടുത്തൊരു സെഷനിലാവാം. നാളെ നമുക്ക് കാണാം. താങ്ക്